നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാടിനെ സംബന്ധിച്ച് ഇപ്പോൾ വീണ്ടും ഒരു ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. വയനാട് വൻ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു. അതിൽ 30-ലധികം ജീവനുകൾ മണ്ണിനടിയിൽ പെട്ടിരിക്കുന്നു. അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്. വയനാട് മേപ്പാടി കള്ളാടിയിൽ കനത്ത മഴയെ തുടർന്ന് അവിടെ വൻ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുകയാണ്. നിർമ്മാണത്തിലിരിക്കുന്ന തുരങ്കപാത മേഖലയിലെ മീനാക്ഷി പാലത്തിന് സമീപമാണ് ഇപ്പോൾ വലിയ തോതിൽ കുന്നിടിഞ്ഞ് വീണിരിക്കുന്നത്. ഈ മീനാക്ഷി പാലം മുഴുവനായിട്ട് മണ്ണിനടിയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെ തുരങ്കപാത നിർമ്മാണം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു മണ്ണിടിച്ചിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ചിതറി ഓടിയെങ്കിലും മണ്ണിനടിയിൽ ഇപ്പോഴും നിരവധി ജീവനുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വളരെ ഭയാനകമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട്. അപകടത്തിൽ നിരവധി ആളുകളും വാഹനങ്ങളും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ട് ശക്തമായ സംശയം നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 30-ൽ പരം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ഒരു പ്രാഥമിക നിഗമനം. വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ സംഭവ സ്ഥലത്ത് നിന്ന് ഒരു നിർമ്മാണ തൊഴിലാളിയെ പുറത്തേക്ക് ജീവനോടെ എത്തിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 5 പേരെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല. ആരാണ്, എന്താണ്, അത് ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെ പ്രവേശിപ്പിച്ചിരിക്കുകയാണോ എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ പ്രദേശത്ത് ഈ ഒരു തുരങ്കപാതയുടെ നിർമ്മാണം നിർത്തിവെച്ചേക്ക് തന്നെയായിരുന്നു. പക്ഷേ അവിടെ ചെറിയ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ അവിടെ മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ജോലികളൊന്നും തന്നെ അവിടെ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണ്. NDRF സംഘമൊക്കെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് സ്ഥലത്ത് നടക്കുന്നത്. മീനാക്ഷി പാലത്തിനടുത്തുള്ള വലിയ കുന്നിടിഞ്ഞ് റോഡിലേക്കും സമീപത്തെ പുഴയിലേക്കും വൻതോതിൽ പതിക്കുകയായിരുന്നു. മണ്ണ് വൻതോതിൽ വന്ന് വീണതിനെ തുടർന്നാണ് മീനാക്ഷി പാലം ഇപ്പോൾ അതീവ അപകടാവസ്ഥയിലാണ്. അപകടത്തെ തുടർന്ന് മേപ്പാടി ചൂരൽമല റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട് കഴിഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് പാലത്തിലൂടെ കടന്നുപോയ വാഹനങ്ങളോ ആളുകളോ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് പുലർച്ചെയും അതിശക്തമായിട്ടുള്ള മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. പ്രദേശത്ത് തുടരുന്ന അതിതീവ്ര മഴയും കനത്ത മൂടൽമഞ്ഞും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി VD സതീശൻ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. റവന്യൂ കൃഷി മന്ത്രിമാരോട് അടിയന്തരമായി വയനാട്ടിലെത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുൻകരുതലിന്റെ ഭാഗമായി പ്രദേശത്തെ സമീപവാസികളെയും അടിയന്തരമായി ഒഴിപ്പിച്ചു തുടങ്ങി. മേപ്പാടി മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ അതിതീവ്ര മഴയാണ് പെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇവിടെ 226 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കനത്ത മഴ അവിടെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. അവിടേക്ക് ആംബുലൻസിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിലുള്ള മറ്റ് ഫയർഫോഴ്സ് പോലെയുള്ള സംഘങ്ങൾക്കൊന്നും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. എന്നിരുന്നാലും അവിടെയുള്ള പ്രദേശവാസികളൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അവിടുത്തെ പ്രദേശവാസികളെ സംബന്ധിച്ച് അവർക്ക് ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവർ കൂടിയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നത്. ഈ JCB പോലെയുള്ള വാഹനങ്ങൾ രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഒരു ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30-ലധികം ആളുകൾ അതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരുടെ ജീവൻ എത്രയും വേഗം രക്ഷിക്കുക എന്നുള്ളതിനാണ് അവിടെ മുൻഗണന. മാത്രമല്ല അവിടെ ഇപ്പോൾ വളരെ വേഗത്തിൽ ആംബുലൻസിനൊന്നും തന്നെ എത്താൻ പറ്റാത്ത സാഹചര്യമാണ്. കനത്ത മഴ ഇപ്പോഴും ആ സമീപ പ്രദേശങ്ങളിൽ തുടരുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നത്. അപകട വിവരം അറിഞ്ഞ് കൽപ്പറ്റയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉടനടി സ്ഥലത്തെത്തി പ്രാഥമിക രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളും മേപ്പാടിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അടിയന്തര രക്ഷാപ്രവർത്തനത്തിനായി NDRF സേന, റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നിവരോടും സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി നീങ്ങാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടത്തിന് പിന്നാലെ മന്ത്രി T സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിലവിലെ സാഹചര്യവും രക്ഷാപ്രവർത്തനങ്ങളും ചർച്ച ചെയ്തു. ദുരന്ത മേഖലയിലെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും വേഗത്തിലാക്കാനും RRT സംഘത്തോടും പ്രദേശത്തേക്ക് നീങ്ങാനും മന്ത്രി നിർദ്ദേശം നൽകി. അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കായി സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും MLA CK കാസിമും വ്യക്തമാക്കിയിട്ടുണ്ട്.
വലിയ തോതിലുള്ള അടിയന്തര രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി കൂടുതൽ സംഘങ്ങളും ഈ അപകടം നടന്നിട്ടുള്ള കള്ളാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയാണ് അവിടെ ഇപ്പോൾ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത്. കാരണം വടക്കൻ കേരളത്തിലേക്കൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴയാണ് മുന്നറിയിപ്പിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ ഒരു തുരങ്കപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഈ നിർമ്മാണത്തിനായിട്ട് കൂട്ടിയിട്ട മണ്ണാണ് എല്ലാം കൂടെ ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്നാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും 30-ലധികം ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. ഒരു മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ചില സൂചനകളുണ്ട്. പക്ഷെ അത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. മാത്രമല്ല അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനുള്ള ആളുകൾക്ക് എത്താൻ അവിടെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ഈ മീനാക്ഷി പാലം വളരെ എപ്പോഴും വാഹന ഗതാഗതം നല്ലതുപോലെ നടക്കുന്ന ഒരു പാലം കൂടിയാണ്. ഇപ്പോൾ ഈ ഒരു അപകടം നടന്ന സമയത്ത് അവിടെ എത്രത്തോളം വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി, ആ വാഹനത്തിൽ എത്രത്തോളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു, ആ വാഹനത്തിനുള്ളിൽ എത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഏറെ ആശങ്ക നിലനിർത്തുന്ന ഒരു ചോദ്യം കൂടിയാണ്. നമുക്കറിയാം വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായത്, ഈ ചൂരൽമല ഈ ഭാഗങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായി നമുക്ക് നിരവധി ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ആ ഒരു വേദനയിൽ നിന്ന് ആ ഒരു ജില്ലയും അവിടുത്തെ ആളുകളും കേരളം മുഴുവൻ ഇപ്പോഴും മുക്തമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇനിയും എത്രയോ ആളുകളുടെ അവരെ കിട്ടാതെ ഇപ്പോഴും അവരുടെ ഒരു വേദനയിൽ അവിടുത്തെ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വയനാട് വീണ്ടും ഒരു മണ്ണിടിച്ചിൽ ദുരന്തം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത ഈ ഒരു നിമിഷത്തിൽ പുറത്തു വരുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ വേഗത്തിൽ നടക്കട്ടെ, അവിടേക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു രക്ഷാപ്രവർത്തന സംഘത്തിന് എത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് വളരെ ആഗ്രഹിക്കാം.